വെൽക്കം ടു NRI വേൾഡ്. ഫിലിപ്പീൻസിലേക്ക് ഒരു യാത്ര പോയാലോ? ഇന്ത്യക്കാർക്ക് പറ്റിയ സമയമാണ്. വിസ വേണ്ട, ചെലവും കുറവ്. വിസ ചട്ടങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ ഇന്ത്യൻ സഞ്ചാരികൾക്കാണ് ഗുണം. നിലവിലെ വിസ സംവിധാനത്തോടൊപ്പം 2 പുതിയ ഹ്രസ്വകാല വിസരഹിത പ്രവേശന മാർഗങ്ങളുമുണ്ട്. ഒന്നാം വിഭാഗം ഇന്ത്യക്കാർക്ക് വിസ അപേക്ഷിക്കാതെ തന്നെ 14 ദിവസം വരെ തങ്ങാം. ടൂറിസ്റ്റുകൾക്ക് മാത്രം ഇളവ്. 6 മാസത്തേക്ക് സാധുതയുള്ള പാസ്പോർട്ട്, ഹോട്ടൽ ബുക്കിംഗ്, മടക്കയാത്രാ ടിക്കറ്റ്, ബാങ്ക് ബാലൻസ് എന്നിവ വേണം. രണ്ടാമത്തേത് 30 ദിവസത്തെ വിസരഹിത പ്രവേശനം. ചില രാജ്യങ്ങളിൽ നിന്നുള്ള വിസകളോ സ്ഥിര താമസമോ കൈവശമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് പ്രവേശനം. രാജ്യങ്ങൾ ഇവയാണ്: ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക, കാനഡ, ഷെങ്കൻ രാജ്യങ്ങൾ, സിംഗപ്പൂർ, UK. ഇന്ത്യക്കാരുടെ ഒരു പ്രധാന ദുബായ് കടമ്പയ്ക്ക് അറുതിയായി. പാസ്പോർട്ടിൽ ജീവിത പങ്കാളിയുടെ പേര് ചേർക്കൽ ഒരു വല്ലാത്ത കടമ്പയായിരുന്നു. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ പുതിയ പാസ്പോർട്ട് നിയമം വന്നു. ഇതനുസരിച്ച് വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പാസ്പോർട്ടിൽ പങ്കാളിയുടെ പേര് ചേർക്കാം. ഇതോടെ പാസ്പോർട്ട് നടപടികൾ കൂടുതൽ ലളിതമായി. പുതിയ നിയമപ്രകാരം അപേക്ഷകർക്ക് അനെക്സ്റ്റർ J എന്ന പേരിൽ ദമ്പതികളുടെ ഫോട്ടോ പതിപ്പിച്ച സത്യവാങ്മൂലം സമർപ്പിക്കാം. പാസ്പോർട്ടിൽ മാരിറ്റൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനായി അപേക്ഷിക്കാം. നേരത്തെ ഇത് വലിയ കടമ്പയായിരുന്നു. എംബസിയിൽ നിന്നുള്ള കാലതാമസവും അപേക്ഷ നിരസിക്കലും പതിവായിരുന്നു. ഭാര്യയുടെയും ഭർത്താവിന്റെയും പേരുകൾ ചേർക്കുന്നതോടെ വൈവാഹിക നില സ്ഥിരീകരിക്കുകയും ദമ്പതികളായി ഒരുമിച്ച് താമസിക്കുന്നുണ്ടെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. ഇതിന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലമാണ് നൽകേണ്ടത്. പങ്കാളിയുടെ പേര് പാസ്പോർട്ടിൽ ചേർക്കുന്നതിനോ വിവാഹശേഷം പാസ്പോർട്ട് പുതുക്കുന്നതിനോ അല്ലെങ്കിൽ മാരിറ്റൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനോ ഉള്ള അപേക്ഷകൾക്കൊപ്പം ഈ ഫോം സമർപ്പിക്കാവുന്നതാണ്. ഭാവിയിൽ എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ കേസ് പൂർണ്ണമായും അപേക്ഷകന്റെ ഉത്തരവാദിത്തമായിരിക്കുമെന്നും ഇന്ത്യൻ എംബസി അറിയിക്കുന്നു. വിദേശികൾക്ക് ഇനി ജപ്പാനിൽ വസ്തു വാങ്ങാം. നികുതികളെയും നിയമങ്ങളെയും പേടിക്കുകയേ വേണ്ട. അക്കിയ എന്നറിയപ്പെടുന്ന ഉപേക്ഷിക്കപ്പെട്ട വീടുകൾ വരുമാനത്തിന്റെ ഭാഗമാക്കുകയാണ് ജപ്പാൻ.
കോവിഡിന് ശേഷം ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന വീടുകൾ കൂടി വരികയാണ്. ഗ്രാമപ്രദേശങ്ങളിൽ താങ്ങാവുന്ന വിലയ്ക്ക് നല്ല വീടുകൾ കിട്ടും. സമ്പന്നരായ ചൈനക്കാരാണ് പ്രധാനമായും ജപ്പാനിലെ വസ്തുക്കളിൽ കണ്ണുവെക്കുന്നത്. മധ്യ ടോക്കിയോയിലെ പുതിയ അപ്പാർട്ട്മെന്റുകളിൽ 40% വരെ വിദേശികളാണ് വാങ്ങിയിരിക്കുന്നത്. വാങ്ങുന്നവർ ജപ്പാനിൽ താമസിക്കേണ്ടതില്ല. രണ്ടാമത്തെ വീടുകൾക്കോ അവധിക്കാല വീടുകൾക്കോ അധിക ലെവികളോ ഇല്ല. വാങ്ങുന്നവർക്ക് എന്തുകൊണ്ടും ഗുണം. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. UAEയിൽ ധനകാര്യ ഉപദേശങ്ങൾ നൽകുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കായി ഫിൻഫ്ലുവൻസർ ലൈസൻസ് അവതരിപ്പിച്ചു. ഡിജിറ്റൽ സാമ്പത്തിക മേഖലയെ നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം. ഖത്തറിൽ തുറസായ സ്ഥലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കുള്ള ഉച്ചവിശ്രമ ചട്ടം ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. UAEയിൽ സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ അക്കാഡമിക് യോഗ്യതകൾ പരിശോധിക്കുന്നതിനായി ഡിജിറ്റൽ സേവനം ആരംഭിച്ചു. വിദേശ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുടെ സാധുത ഉറപ്പുവരുത്താനാണ് നടപടി. ഒമാനിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പരിസ്ഥിതി സൗഹൃദ നമ്പർ പ്ലേറ്റ്. പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് അവർക്ക് പ്രത്യേക നമ്പർ പ്ലേറ്റുകൾ നൽകുന്നത്. കുവൈറ്റിൽ നിയമവിരുദ്ധമായി കുടുംബ വിസ നേടിയ പ്രവാസികൾക്ക് മുന്നറിയിപ്പ്. നിയമലംഘകർക്ക് അവരുടെ സ്റ്റാറ്റസ് ക്രമീകരിക്കാനോ അല്ലെങ്കിൽ കുടുംബങ്ങളെ അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് തിരികെ അയക്കാനോ 1 മാസത്തെ സാവകാശം അനുവദിച്ചു. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ ഒരു ലോക സഞ്ചാരം. ആഗോള ഹിറ്റ് ചിത്രമാണല്ലോ അവതാർ. അതിപ്രശസ്തമാണ് ഈ സിനിമയുടെ ലൊക്കേഷൻ. യഥാർത്ഥത്തിലുള്ള ഒരു സ്ഥലത്തിന്റെ പ്രചോദനത്തിൽ നിന്നാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടത്. ഏതാണ് ആ രാജ്യം?
NRI വേൾഡിൽ അവസാനമായി ഡിഷസ്. പല നാടുകൾ, പല രുചികൾ. ഡിഷസിൽ ഇത്തവണ മേശക്കൂൺ വിഭവം. ഷാംപിനോൺ എന്നും ഇതിനു പേരുണ്ട്.